നമസ്കാരം. ശ്രീജയുടെ പേരുകൾ മാത്രമേ മാറുന്നുള്ളൂ, സംഭവങ്ങളൊക്കെ തന്നെ വീണ്ടും ആവർത്തിക്കുകയാണ്. ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് ഈ ഒരാഴ്ച പെസഹ വ്യാഴമാണ്, ദുഃഖവെള്ളി, പിന്നീട് നാളെ ഈസ്റ്ററാണ്. അതിനിടയിലാണ് കോട്ടയം ഏറ്റുമാനൂരിൽ നിന്ന് ഒരു വളരെ ദുഃഖകരമായിട്ടുള്ള, അല്ലെങ്കിൽ നമുക്കൊന്നും സഹിക്കാൻ പറ്റത്തില്ല അത്തരത്തിലൊരു വാർത്ത കഴിഞ്ഞ ദിവസം പുറത്തു വരുന്നത്. അഭിഭാഷകയായിട്ടുള്ള ജിസ്മോൾ അല്ലേ, അന്നും ഹൈക്കോടതി അഭിഭാഷക. അതെ, മക്കളെ, 2 കുഞ്ഞുമക്കളെ, 3ഉം 1 വയസ്സ് മാത്രം പ്രായമുള്ള മക്കളെ കൊലപ്പെടുത്തി അതിനുശേഷം അവരും ആത്മഹത്യ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. ഫെബ്രുവരിയിലാണ് അവിടെ ഷൈനിയും ഇതുപോലെ തന്നെ 2 മക്കളും ട്രെയിനിന് മുന്നിൽ ചാടിയിട്ടും ഇത്തരത്തിൽ അതിദാരുണമായിട്ടുള്ള ഒരു മരണം സംഭവിച്ച വാർത്തകൾ നമ്മളും ഒരുപാട് ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഫോളോ അപ്പും കാര്യങ്ങളൊക്കെ നമ്മളും കുറേ കാലം ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ വീണ്ടും അതേ സ്ഥലത്ത് നിന്ന് തന്നെ 2 മക്കളെ ആയിട്ട് ഒരമ്മ ഇത്തരത്തിൽ ആത്മഹത്യ ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ആ ഒരു വാർത്തയ്ക്ക് അന്ന് വന്നിട്ടുള്ള ഈ ഷൈനിയുടെ ഈ ഒരു വാർത്തയുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ തന്നെയാണ് ഇവിടെയും സമാനമായിട്ടുള്ള സംഭവങ്ങൾ തന്നെയാണ്. ഏറ്റവും കൂടുതലായിട്ടും ആരോപിക്കുന്നത് ഭർത്തൃപീഡനം തന്നെയാണ്. വീട്ടിൽ നിന്നും അതുപോലെ തന്നെ ഭർത്താവിൻ്റെ അടുത്ത് നിന്നൊക്കെ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ള മാനസികമായിട്ടുള്ള പീഡനവും ശാരീരികമായിട്ടുള്ള പീഡനം തന്നെയാണ് ഇവരെ ഇത്തരത്തിൽ ഈ കുഞ്ഞുമക്കളെയും കൊണ്ട് ഇത്തരത്തിലൊരു ആത്മഹത്യ എന്നുള്ളൊരു വഴി തിരഞ്ഞെടുക്കാൻ കാരണമായിരിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ കൂടുതലായിട്ടുള്ള ഏറ്റവും ഒടുവിൽ വരുന്ന റിപ്പോർട്ടുകൾ? ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ട് പ്രകാരം ഇപ്പോൾ അല്പസമയം മുൻപ് ഈ പെൺകുട്ടികളുടെയും ഇവരുടെയും മൃതശരീരം ജിമ്മി എന്നാണ് ഭർത്താവിന്റെ പേര്, ജിമ്മിയുടെ ഇടവകയിൽ പൊതുദർശനത്തിനായി വെച്ചിരുന്നു. ഈ ക്നാനായ സഭയുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ അവരുടെ ഒരു നിയമം എന്ന് പറയുന്നത് ഭാര്യയും മക്കളോ മരിച്ചു കഴിഞ്ഞാൽ ഭർത്താവിന്റെ കുടുംബ കല്ലറയിൽ വേണം അടക്കം ചെയ്യാനെന്നായിരുന്നു. പക്ഷേ ഈ പറയുന്ന ഈ ജെസിമോളുടെ വീട്ടുകാരുടെ കൃത്യമായ എതിർപ്പ് ഉന്നയിച്ചിരുന്നു. അങ്ങനെ അയാളുടെ വീട്ടിൽ അയാളോടൊപ്പമുള്ള ജീവിതവും അയാളുടെ വീട്ടിലെ ജീവിതവും മടുത്താണ് അതായത് ഈ ജെസിമോള് ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള അന്ത്യശ്വാസം അവിടെ വേണ്ട, അന്ത്യവിശ്രമം ഇനി അവിടെ കൊള്ളേണ്ടതില്ല, ഞങ്ങളുടെ കുടുംബ കലറയിൽ തന്നെ നടക്കട്ടെ എന്ന് വാശി പിടിച്ചുകൊണ്ട് നിരവധി ചർച്ചകൾക്ക് ശേഷമാണ് കേട്ടോ 1 മണിക്കൂർ നേരം ഈ കല്ലറയിൽ, അതായത് ഈ പള്ളി സെമിത്തേരിയിലും പള്ളിയിലുമായി പൊതുദർശനം വെക്കാം, ഈ ഭർത്താവ് ജിമ്മിയുടെ പള്ളിയുടെ പൊതുദർശനം വെക്കാം എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അതിനുശേഷം ഇന്ന് വൈകുന്നേരം 3:30 സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാകുമെന്നുള്ളതാണ്. സംസ്കാര ചടങ്ങ് കഴിഞ്ഞാൽ ഉടൻ തന്നെ മുഖ്യമന്ത്രിയെയും DGPയും കണ്ട് നേരിട്ട് പരാതി നൽകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിൽ ഇവിടെ നേരത്തെ കൃഷ്ണേന്ദു സൂചിപ്പിച്ച പോലെ തന്നെ പേരുകൾ മാത്രമേ മാറുന്നുള്ളൂ, കാര്യങ്ങളെല്ലാം ഒന്ന് തന്നെയാണ്. ആദ്യഘട്ടത്തിൽ ഷൈനിക്കും 2 മക്കളും പെൺമക്കളാണ്, ഇവിടെയും അതുപോലെ തന്നെ ജെസ്മോളും 2 പെൺമക്കളുമാണ്. ഷൈനിയുടെ വീട്ടുകാർക്ക് ഇല്ലാത്തൊന്ന് ജെസ്മോൾക്ക് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുടുംബത്തിന്റെ പിന്തുണയാണ് എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ പുറമെ നിന്ന് കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കുടുംബം അല്ലാതെ പിന്തുണയ്ക്കുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ ഞായറാഴ്ചയിൽ ഈ ജെസ്മോളെ വീട്ടുകാർ വിളിച്ചിരുന്നു, സംസാരിച്ചിരുന്നു, സഹോദരന്റെ ഭാര്യ വിളിച്ചിരുന്നു, സംസാരിച്ചിരുന്നു. ഞായറാഴ്ച വിളിച്ചപ്പോൾ പറഞ്ഞത് സുഹൃത്തിന്റെ കല്യാണത്തിന് പോയിട്ട് വന്നിരിക്കുകയാണ്, ക്ഷീണത്തിലാണ്, എനിക്ക് അങ്ങനെ സംസാരിക്കുന്ന ഇപ്പോൾ തൽക്കാലം വയ്യ എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുകയായിരുന്നു. വിഷുദിനത്തിൽ പിള്ളേരെ ഫോൺ വിളിച്ചിരുന്നു, അന്നും കിട്ടിയിരുന്നില്ല. അങ്ങനെ ഒരു ഘട്ടം, അതായത് വിഷു തിങ്കളാഴ്ചയാണ് വിഷു ഉണ്ടായത്. അപ്പോൾ ഈ ഘട്ടത്തിൽ ഇവർ വിളിക്കുമ്പോഴും ഇവർ പറയുന്നത് UK-യിലായിരുന്നു സഹോദരൻ ഉണ്ടായിരുന്നത്, UK-യിൽ നിന്നും സഹോദരൻ കഴിഞ്ഞ ദിവസം എത്തിയതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ തന്നെ കൃത്യമായി തന്നെ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. ചേച്ചി അത് പറയുന്ന കാര്യം കേൾക്കണം, നമ്മൾ കേൾവി വളരെ കേട്ട അത്ര ഇപ്പോൾ പരിചിതമില്ലാത്ത, എന്നാൽ ആദ്യ കാലഘട്ടത്തിൽ നിരവധി തവണ കേൾക്കുകയും പല മരണത്തിനും കാരണമായിട്ടുള്ള നിറത്തിനെ ചൊല്ലിയുള്ള വർണ്ണവിവേചനമാണ് ഇവിടെ ഏറ്റവും കൂടുതൽ നടന്നിട്ടുള്ളത് എന്നുള്ളതാണ്. ഹൈക്കോടതിയിൽ വക്കീലിലാണ്, ഹൈക്കോടതിയിലെ ഒരു അഭിഭാഷകയായിട്ടുള്ള പല കേസുകളിലും തന്റെ സാമർഥ്യം കൊണ്ട് മിടുക്ക് തെളിയിച്ച ഈ അഭിഭാഷകയ്ക്ക് തന്നെ നിറത്തിന്റെ പേരിൽ കളിയാക്കിയെന്നും മാനസികമായി പീഡിപ്പിച്ചുവെന്നും ശാരീരികമായി പീഡിപ്പിച്ചുവെന്ന് പറഞ്ഞുകൊണ്ട് മക്കളെ കൊന്നിട്ട് മരിക്കാനുള്ള ആവശ്യകതയുണ്ടോ എന്നാണ് ചോദ്യം. വക്കീലാണ്, എല്ലാ തരത്തിലുമുള്ള ക്രോസ് വിസ്താരം അറിയാം, കേസ് അറിയാം, സെക്ഷൻസ് അറിയാം, പലതരത്തിലുള്ള ആളുകളെ ദിവസവും അവരോട് സംസാരിക്കുന്നതാണ്, ഇടപഴകുന്നതാണ്. തീർച്ചയായും അങ്ങനെയൊക്കെ ചെയ്യുന്നതാണ്. ഭർത്താവിനെ എവിടെ കുടിക്കാൻ എവിടെ കൊള്ളുമെന്ന് കൃത്യം അറിയാവുന്ന ഭാര്യ എന്തിനിങ്ങനെ ആത്മഹത്യ ചെയ്തു എന്നാണ് ചോദിക്കുന്നത്. സഹോദരൻ പറയുന്നുണ്ട്, എനിക്കൊരു വിഷമം വന്നാൽ ഞാൻ ആദ്യം വിളിക്കുന്ന ചേച്ചിയാണെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു സഹോദരൻ ചേച്ചി മരിക്കുമെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. സഹോദരന്റെ മെയിനായിട്ട് അദ്ദേഹം പറയുന്നത് വെച്ചാൽ അന്ന് രാത്രി ഞായറാഴ്ച അവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ട്, അന്ന് എന്താണ് സംഭവിച്ചത്, പക്ഷേ ഇയാൾ എന്റെ ചേച്ചി കൊന്നിട്ടുണ്ടായിരിക്കാം, ജിമ്മി കൊന്നിട്ടുണ്ടായിരിക്കാം എന്നാണ് പറയുന്നത്. നാട്ടുകാർ പറയുന്നത് ഞങ്ങൾ ആരുടെ ഭാഗത്ത് നിൽക്കുമെന്നാണ് ചോദിക്കുന്നത്. കാരണം ഞങ്ങൾക്ക് 2 പേരും വേണം, ജിമ്മിയും അതുപോലെ തന്നെ ജെസിമോൾക്കും 2 പേരും ഞങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരാണ്. അവിടെ വീട്ടിൽ എന്താണ് സംഭവിക്കാൻ ഞങ്ങൾക്ക് അറിയില്ല, പുറമെ ഞങ്ങൾ നോക്കുമ്പോൾ മറ്റു പ്രശ്നങ്ങളൊന്നും ഞങ്ങൾക്ക് അറിയില്ല എന്നാണ് നാട്ടുകാർ പറഞ്ഞ് കൈയൊഴിയുന്നത്. ഇവിടെ ഷൈനിയുടെ കാര്യത്തിലാണെങ്കിൽ അവരും നഴ്സിംഗ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അവർക്കന്ന് ജോലി കിട്ടാതെ അവർ ഒരുപാട് സ്ഥാപനങ്ങളിൽ കയറി ഇറങ്ങി, അവിടെയൊക്കെ ഇവരെന്നെ മുടക്കി, അങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു. വിദ്യാഭ്യാസം ഉണ്ട്, പക്ഷെ ജോലി കിട്ടാത്തൊരു സാധ്യത.
ഇവരും ഈ പറയുന്ന ജിസ്മോൾ ഈ പറയുന്ന അവർക്കും നല്ല വിദ്യാഭ്യാസമുണ്ട്. അവർ ഈ പറയുന്ന പോലെ ഹൈക്കോടതി അഭിഭാഷകയായിരുന്നു. എന്നിട്ടും ഇത്തരത്തിലുള്ള അപ്പോഴും നമ്മൾ പലപ്പോഴും വിദ്യാഭ്യാസത്തിന്റെ പേര് പറഞ്ഞിട്ട് വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മണ്ടത്തരങ്ങളൊന്നും ചെയ്യില്ല എന്ന് നമ്മൾ പറയും. ഇവിടെ ഇപ്പോൾ ആ 2 മക്കളെ കൂടി ഇതിലോട്ട് ഒന്നും അറിയാം, അവർക്ക് എന്താണ് കാര്യമെന്ന് പോലും അറിയില്ല. അവിടെ ഷൈനി എന്ന് മരിക്കുമ്പോൾ മക്കൾക്ക് ആ കുട്ടിയൊക്കെ പോകാൻ ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു. ഒരുപക്ഷെ ആ കുട്ടികളെ കാര്യം പറഞ്ഞ് നമ്മൾ CCTV ഒക്കെ കണ്ടിരുന്നു ആ കുട്ടി പോകാൻ. പക്ഷെ ഇവിടെ അത്ര പോലും മനസ്സിലാക്കാനുള്ള ഒരു പ്രായമില്ലാത്ത 2 കുഞ്ഞുങ്ങളാണ്. പക്ഷെ ഈ പറയുന്ന പോലെ എന്തിനാണല്ലോ ഇത്രയും ഒരു സ്ട്രോങ് ആയിട്ട് വളരെ ഒരു പഞ്ചായത്ത് മെമ്പറൊക്കെ ആയിരുന്നു പറയുന്നുണ്ട്. അവരൊക്കെ അപ്പോൾ വളരെ നാട്ടിലത്തെ കാര്യങ്ങളിലൊക്കെ ആണെങ്കിൽ തന്നെ വളരെ നല്ല രീതിയിൽ ഇടപെടുന്ന ഒരാൾ തന്നെ പല കുടുംബ പ്രശ്നങ്ങളിലും ഇടപെടുകയും സോൾവ് ആക്കുകയും ചെയ്തു. എന്നിട്ട് എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു കാര്യം ഇവർക്കിത് വീട്ടിൽ പറയാം, അല്ലെങ്കിൽ ഇവർക്കൊരു നടപടി എടുക്കാൻ കുടുംബം നശിച്ചു പോകണ്ട എന്ന് ഓർത്താണ് അത്ര അച്ഛൻ പറയുന്നുണ്ടായിരുന്നു. ഒരു വട്ടം എന്തോ തലയിൽ മുറിവുണ്ടായിരുന്നു. അപ്പോൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് വാതിൽ തട്ടിയതാണെന്ന് പറഞ്ഞു. പിന്നീടാണ് സമ്മതിച്ചത് ഭർത്താവ് ഇത് ഉപദ്രവിച്ചതാണെന്ന്. അപ്പോൾ ചോദിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നത് വേണ്ട, അപ്പൊ എനിക്ക് ഇവിടെ നിന്ന് പോകാൻ പറ്റില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു വഴി തെരഞ്ഞെടുക്കുന്നത് എന്നുള്ളതാണ്. 2019 ഇവരുടെ വിവാഹം കഴിയുന്നത്. ആവശ്യത്തിനുള്ള സ്വത്തും സമ്പാദ്യവും ഒക്കെ നൽകി, സ്വർണവും ഒക്കെ നൽകി തന്നെയാണ് വിവാഹം നടത്തിയത്. വളരെ സന്തോഷകരമായി മുന്നോട്ട് പോയ വിവാഹം. 2020 ഈ ജെസിമോളുടെ ഒരു പോസ്റ്റ് വരികയാണ് ഫേസ്ബുക്കിൽ. അതിന് പറയുന്ന പ്രധാനമായും അവർ പറയുന്നുണ്ട്, അത് പെൺമക്കളെ ഒരു കാരണവശാലും പണം കായ്ക്കുന്ന മരമുള്ള വീട്ടിലേക്ക് കെട്ടിച്ചുവിടരുത്, മറിച്ച് മനസ്സ് തുറന്ന് സംസാരിക്കുന്ന ആൾക്കാരുള്ള കുടുംബത്തിലേക്ക് വേണം കെട്ടിച്ചയക്കാനാണെന്ന് പറയുന്നത്. അതിൽ തന്നെ വ്യക്തമാണ് എന്താണ് അവർ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. സാമ്പത്തികപരമായി വളരെ മുൻപന്തിയിലുള്ള കുടുംബം, എന്തിനും സഹായിക്കുന്ന ഒരു കുടുംബം, ഏതിനും സഹായിക്കുന്ന ഒരു കുടുംബം. അങ്ങനെ നിൽക്കുമ്പോൾ അവിടെ പണത്തിന് മാത്രമേ മൂല്യമുള്ളൂ. സ്നേഹത്തെ പോലും പണത്തിന്റെ ത്രാസിൽ വെച്ച് തൂക്കി അളന്ന് കൊടുക്കുന്ന ആൾക്കാരായിരിക്കാം അവിടെ ഉണ്ടായിരുന്നിട്ടുണ്ടാകും. പക്ഷെ എന്തുകൊണ്ട് 2020 ആയി ഇപ്പോൾ 2025 എത്തുകയാണ്? ഇത്രയും വർഷക്കാലം 2 കുട്ടികൾ വരെ ഉണ്ടായിട്ടുണ്ട് അവർക്ക്. ഇത്രയും വർഷക്കാലം എന്തിനെ സഹിച്ചും ക്ഷമിച്ചും അവിടെ നിന്നു എന്നുള്ള ചോദ്യമാണ്. കയറി വന്നാൽ ഒരു പക്ഷേ ആട്ടിവിടുന്ന അച്ഛനും അമ്മയും ഉണ്ടായിരിക്കാം. പക്ഷെ അപ്പോഴും ഇവിടെ ഒരു ജോലിയുള്ള ഹൈക്കോടതിയിലെ അഭിഭാഷകയായ, സ്വന്തമായി പ്രാക്ടീസ് തുടങ്ങിയ ഒരു അഭിഭാഷകയ്ക്ക് സ്വന്തമായി ഒരു വീടെടുത്ത് താമസിക്കാനുള്ള കഴിവില്ലാതെ പോയോ, കെൽപ്പില്ലാതെ പോയോ എന്ന ചോദ്യമാണ് ഉയർന്നത്. മറിച്ച് മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെടുത്ത ഒരു പ്രസക്തമായ ഒരു കേസുണ്ട്. ആ കേസിനകത്ത് സ്വന്തം ഭാര്യയെ ഭ്രാന്താണ് എന്ന് കാണിച്ചുകൊണ്ട് ഭർത്താവ് കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഭാര്യയുടെ പണമൊക്കെ തന്നെ തട്ടിയെടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഭർത്താവിന്റെ ഒരു നീക്കം എന്ന് പറയുന്നത്. ഈ ഭാര്യയുടെ വക്കീലായി, അഭിഭാഷകയായി ഈ നമ്മുടെ ഈ ജെസിമോൾ വരുന്നുണ്ടായിരുന്നു. ഈ ഘട്ടത്തിൽ ഭാര്യ ഭ്രാന്താണ് എന്ന് പറഞ്ഞ് ഭ്രാന്താശുപത്രിയിലൊക്കെ ആക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഈ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ആക്കിയ ഘട്ടത്തിൽ അഭിഭാഷകയ്ക്ക് നേരിട്ട് തന്റെ പ്രതിയെ കാണാനോ സംസാരിക്കാൻ, അല്ലെങ്കിൽ തന്റെ ഈ ഹർജിക്കാരനെ കാണാനോ സംസാരിക്കാനോ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. ആ ഘട്ടത്തിൽ വേഷം മാറി ഉള്ളിൽ കടന്ന് സംസാരിക്കുകയും ഈ കേസിൽ കൃത്യമായി മനസ്സിലാക്കാൻ സാധിച്ചത് എന്താണോ അത് കോടതിക്ക് മുൻപായി ബോധ്യപ്പെടുത്തുകയും അമിക്കസ് ക്യൂറിയെ കോടതി സത്യാവസ്ഥ സാക്ഷ്യപ്പെടുത്താനായി നിയമിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ഘട്ടമുണ്ടായിരുന്നു. ഈ ഘട്ടത്തിൽ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ അമിക്കസ് ക്യൂറി നേരിട്ടെത്തുകയും അവരുമായി സംസാരിച്ച് കഴിഞ്ഞപ്പോൾ സത്യാവസ്ഥ മനസ്സിലാക്കുകയും ഈ കേസ് വിജയിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കിട്ടിയ പണത്തിൽ നിന്നുമാണ്, അതായത് ഇവരൊരു സ്വന്തമായി ഒരു റൂം തുടങ്ങിയിട്ടുണ്ട്, അതായത് അഭിഭാഷക ഓഫീസ് തുടങ്ങിയിട്ടുണ്ട്. ഇതിന് ആദ്യഘട്ടത്തിൽ പണം നൽകിയത് ഈ ജിമ്മിയാണ് പണം നൽകിയത്. അതിന് വെരി നെക്സ്റ്റ് ഡേ, ഈ ഉദ്ഘാടനം കഴിഞ്ഞ് വളരെ അടുത്ത ദിവസം മുതൽ തന്നെ പണം തിരിച്ചു ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഈ കേസ് ജയിച്ചു കിട്ടിയ തുകയൊക്കെ തന്നെ ജിമ്മി നൽകുകയും ആ കണക്കൊക്കെ തന്നെ സെറ്റിൽ ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇതെല്ലാം ചെയ്തതിനു ശേഷവും ഇത്തരത്തിൽ മാനസികമായും ശാരീരികപരമായ പീഡനം, കയ്യിലും കാലിലും തലയിലും ഒക്കെ മുറിവുണ്ടെന്ന് പറയുന്നു. അത് ചോദിച്ചു കഴിഞ്ഞാൽ വീണ്ടും പ്രശ്നമാകുന്നു എന്ന് പറയുന്നു. സത്യത്തിൽ എവിടെയൊക്കെയോ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ള ചില കാര്യങ്ങളാണ്. തീർച്ചയായിട്ടും, കാരണം അവരുടെ ഈ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും അവർ വളരെ ധൈര്യമുള്ള, സ്വന്തം കാലിൽ എന്നും നിൽക്കണമെന്ന്, ഇപ്പൊ വിവാഹം കഴിഞ്ഞാലും നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സ്ത്രീയാണ് എന്നുള്ള കാര്യം നമുക്ക് ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാം. അമ്മായിയമ്മയും സഹോദരിയും ഭർത്താവിന്റെ കുടുംബക്കാരെല്ലാവരും ഉപദ്രവിച്ചിട്ടുണ്ടെന്നാണ് കൂടിയാണ് പറയുന്നത്. പിന്നെ ഈ പറയുന്ന പോലെ എന്താണ് അന്ന് സംഭവിച്ചത്? അന്ന് നമ്മൾ ഷൈനിയുടെ കേസിൽ നമ്മൾ പറയുന്നുണ്ടായിരുന്നു, ആ ഒരു ചില വാക്കുകൾ അന്ന് ഭർത്താവായിട്ടുള്ള പ്രതി അന്ന് പറഞ്ഞിട്ടുള്ള പോയി ചത്തൂടെ എന്ന് പറയുന്ന വളരെ കൊള്ളുന്ന വാക്കുകൾ പറഞ്ഞതാണ് ഷൈനി അന്ന് അത്തരത്തിൽ മരണത്തിലേക്ക് പ്രേരിപ്പിച്ചത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ദിവസം ഷൈനിക്ക് ചുറ്റും മറ്റൊന്നുമില്ല, ഒരു നിസ്സഹായായ സ്ത്രീ പോലെ നിൽക്കുകയാണ്. പക്ഷെ എന്നിട്ടും നമ്മൾ പറയുന്നത് എന്താണ്, നിസ്സഹായതയിൽ നിന്നും പുനർജനിക്കണം, ഈസ്റ്റർ ആണ് നാളെ, ഉയർപ്പിന്റെ ദിവസം കൂടിയാണ്. അങ്ങനെ പല സ്ത്രീകളും ഇങ്ങനെ
മാനസികപരമായും ശാരീരികപരമായും പീഡനം അനുഭവിക്കുന്നുണ്ടെങ്കിൽ ആത്മഹത്യ അല്ലാതെ മറിച്ച് ജീവിക്കാനുള്ള സാഹചര്യം ഇവിടെ ഉണ്ട്. നിങ്ങൾ ഒന്ന് കണ്ണ് തുറന്ന് നോക്കിയാൽ മതി, ആരെങ്കിലും ഒക്കെ സഹായിക്കാൻ ഉണ്ടാകും. ആ സഹായത്തിന് അപ്പുറത്തേക്ക് മറ്റു ചില ഉദ്ദേശങ്ങളുള്ളവരെ കണ്ട് മനസ്സിലാക്കി തിരിഞ്ഞ് അതിനുശേഷം സഹായം സ്വീകരിക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് നോക്കുകയാണെങ്കിൽ മരിക്കാതെ തന്നെ നമുക്ക് പല കാര്യങ്ങളും ചെയ്യാമെന്നുള്ളതാണ്. ഒരുപക്ഷെ നമ്മൾ ഈ കൊന്ന് തള്ളുന്ന മക്കളായിരിക്കും ഒരുപക്ഷെ നമ്മുടെ ഒക്കെ തന്നെ അഭിമാനമായി നാളെ മാറി വരുന്ന കുട്ടികൾ എന്ന് പറയുന്നത്. എന്തായാലും ഇവിടെ ഈ ഒരു ഘട്ടത്തിൽ ഈ പറയുന്ന പോലെ തന്നെ പല കാര്യങ്ങളും വിശ്വസിക്കാൻ കഴിയാത്തതുണ്ട്. ജിമ്മി എന്ന് പറയുന്ന ഭർത്താവിനെയും ഭർത്താവിന്റെ ബന്ധുക്കളെയും ഒക്കെ തന്നെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഒപ്പം ഈ പറയുന്ന പോലെ തന്നെ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കണം. അതുപോലെ തന്നെ ഈ ജെസിമോളുടെ അഭിഭാഷക ഓഫീസിലെ ലാപ്ടോപ്പ്, ഫോൺ എന്നിവയൊക്കെ തന്നെ പരിശോധിക്കുന്നുണ്ട്. മറ്റൊരു കാര്യം, ആരോപണം ഈ കുടുംബാംഗങ്ങൾ മുന്നോട്ട് വെച്ചത് ഈ ലാപ്ടോപ്പും ഫോണും ഒക്കെ തന്നെ ഇയാളുടെ കൈവശമായിരിക്കാനുള്ള സാധ്യത എന്നുള്ളതാണ്, ജിമ്മയുടെ കൈവശമായിരിക്കാനുള്ള സാധ്യത എന്നുള്ളതാണ്. ഇതൊരു പാറ്റേൺ പോലെ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു കേസിലെങ്കിലും തീർച്ചയായും ഏറ്റുമാനൂർ പോലീസിന്റെ കയ്യിലാണ് ഈ ഒരു കേസും ലഭിച്ചിരിക്കുന്നത്. ഈ ഒരു കേസിലെങ്കിലും കൃത്യമായ നടപടി സ്വീകരിച്ചില്ല എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ഇനിയും അത് ഏറ്റുമാനൂരിൽ തന്നെ സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്.